എല്ലാവർക്കും ജി കെ വെൽ PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശരത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള PSC എക്സാമിന് ബയോളജി ഭാഗത്തു നിന്നും ഉറപ്പായും ചോദിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ടോപ്പിക്കാണ് വൈറ്റമിൻ. ആ വൈറ്റമിനുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ്, വൈറ്റമിനുകളെ പറ്റിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഒരു മാർക്കിന് ചോദിക്കാവുന്ന ഒരു ഏറ്റവും നല്ല ടോപ്പിക്കാണ് എന്ത്, വൈറ്റമിനുകൾ. ഓക്കെ, അപ്പം നമ്മൾ വൈറ്റമിൻ എന്ന ടോപ്പിക്കിലേക്കുള്ള ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. വൈറ്റമിൻ എന്ന പദം ആദ്യമായി നാമകരണം ചെയ്തത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഉറപ്പായിട്ട് ചോദിക്കാൻ PSCയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ എന്ന പദം ആദ്യമായി നാമകരണം ചെയ്തത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1912 വൈറ്റമിൻ എന്ന പദം ആദ്യമായി നാമകരണം ചെയ്ത ആരാണ്? കാസിമർ ഫങ്ക്. വർഷം 1912. തീർന്നിട്ടില്ല. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആരെയാണ്? വൈറ്റമിനുകളെയാണ്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആരെയാണ്? വൈറ്റമിനുകളെയാണ്. ഓക്കെ, ഇനി മനുഷ്യ ശരീരത്തിലെ പ്രധാന വിറ്റാമിനുകൾ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ പ്രധാന വൈറ്റമിനുകൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ A ഉണ്ട്, വൈറ്റമിൻ B ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. അപ്പോൾ നോക്കിക്കേ, മനുഷ്യ ശരീരത്തിലെ പ്രധാന വൈറ്റമിനുകൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ A, B, C, D, E, K. അങ്ങനെ പ്രധാനമായും 6 തരം വൈറ്റമിനുകളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഇനി ആകെ വൈറ്റമിനുകളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ 13 എണ്ണം. എത്രയാണ്? 13 എണ്ണമാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ വൈറ്റമിനുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 13 എണ്ണം. എന്നാൽ 6 തരമാണ്. അതിനകത്ത് നമ്മുടെ വൈറ്റമിൻ ബിയെ അറിയപ്പെടുന്ന പേരാണ് ബി കോംപ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ബി കോംപ്ലക്സുകൾ B1, B2, B3, അതുപോലെ തന്നെ B5, B6, B7, B9, B12 അങ്ങനെ ഒരു 8 എണ്ണം ഉണ്ട്. അപ്പം ബാക്കി A, C, D, E, K 5 എണ്ണം പ്ലസ് ബി കോംപ്ലക്സുകൾ 8 എണ്ണം. അങ്ങനെയാണ് ടോട്ടൽ 13 വൈറ്റമിനുകൾ. ഓക്കെ, അപ്പം വൈറ്റമിൻ എന്ന പദം കാസിമർ ഫങ്ക് ആണ് നാമകരണം ചെയ്ത് വർഷം 1912. ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെ, ഇനി വൈറ്റമിനുകൾ പ്രധാനമായും നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുക. വൈറ്റമിനുകളെ പ്രധാനമായും രണ്ടായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്നും രണ്ടാമത്തെ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്നും. അപ്പം നമുക്ക് ഓർത്ത് വെക്കാനായിട്ടുള്ള ഒരു ചെറിയ കോഡുണ്ട്, നമുക്ക് നോക്കാം. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ബിയും സിയുമാണ്. വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ആണ്. ഇനി കൊഴുപ്പിൽ ലയിക്കുന്നതാണെങ്കിൽ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ ആണ്. ഇത് നമുക്കൊരു കോഡിലൂടെ ഓർത്ത് വെക്കാം. അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനെ നമുക്കൊരു കോഡിലൂടെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ്. കൊഴുപ്പ് മനുഷ്യ ശരീരത്തിൽ എന്താണ്? ആവശ്യമില്ലാത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം കൊഴുപ്പ് ഒരുപാടായി കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് കേടാണ്, അല്ലേ? അപ്പോൾ കൊഴുപ്പ് കേടാണ്. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്താണ്? കേട ആണ്. എന്താണ്? വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്താണ്? വൈറ്റമിൻ കേട ആണ്. അതായത് കൊഴുപ്പ് മനുഷ്യ ശരീരത്തിന് കേടാണ്, അതുകൊണ്ട് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനും എന്താണ്? കേട. വൈറ്റമിൻ കെ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിയും സിയും, വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്നതാണെങ്കിൽ ബിസിയാണ്. അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി വൈറ്റമിൻ ബി അറിയപ്പെടുന്ന പേര് എന്താണ്? ബി കോംപ്ലക്സുകൾ എന്നാണ്. വൈറ്റമിൻ ബി അറിയപ്പെടുന്ന പേരെന്താണ്? വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ എന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു. 8 എണ്ണമാണ് ബി കോംപ്ലക്സുകൾ. ഓക്കെ, ഇനി വൈറ്റമിനുകൾ കൂടുതൽ അല്ലെങ്കിൽ വൈറ്റമിനുകളുടെ കൂടുതൽ കാരണം അല്ലെങ്കിൽ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? ജീവകാധിക്യമാണ്. എന്താണ്? ജീവകാധിക്യമാണ്, അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ് ആണ്. അപ്പം വൈറ്റമിൻ അഥവാ ജീവകം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈറ്റമിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. അത് ബാക്കി എല്ലാം ആവശ്യമുള്ളതാണ്, എങ്കിലും ഇത് 2 എണ്ണം ഓർക്കുക. വൈറ്റമിൻ എന്നുള്ള പദം ആദ്യമായി നാമകരണം ചെയ്ത് കാസിമർ ഫങ്ക് 1912. പിന്നെ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആരെയാണ്? വൈറ്റമിനുകളെയാണ്. പ്രധാനമായിട്ടുള്ള വൈറ്റമിനുകൾ ഏതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി വൈറ്റമിനെ പ്രധാനമായി 2ആയിട്ട് തിരിക്കാം. അതിനകത്ത് ക്വസ്റ്റ്യൻ താണ്ടെ ഒരുപാട് ആവർത്തിച്ചാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കേടയാണ്. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. ഓക്കെ, അപ്പം ഇനി എന്താണ്? വൈറ്റമിനുകളുടെ അളവ് കൂടുന്ന അവസ്ഥ എന്താണ്? ജീവകാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും വൈറ്റമിനുകളെ പറ്റി അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഓരോ വൈറ്റമിനുകളെ പറ്റി പഠിച്ചു തുടങ്ങാം. ആദ്യമേ
നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന അല്ലെങ്കിൽ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിനുകളെ പറ്റിയാണ് ആദ്യമേ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനകത്ത് ആദ്യമേ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയാണ്? വൈറ്റമിൻ എയെ പറ്റിയാണ്. ഓക്കെ, നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ പേര് തന്നെ വൈറ്റമിനുകളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും, അതായത് വൈറ്റമിൻ്റെ അളവ് കൂടുമ്പോഴോ കുറയുമ്പോഴോ ഉണ്ടാകുന്ന അസുഖങ്ങളുമാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഓരോ വൈറ്റമിനുകളുടെ രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏത് വൈറ്റമിൻ നമ്മൾ പഠിക്കാനായിട്ട് പോയാലും ആദ്യമേ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ആ വൈറ്റമിൻ്റെ രാസനാമം അഥവാ ശാസ്ത്രീയ നാമമാണ്. അപ്പോൾ നോക്കാം, വൈറ്റമിൻ എ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വൈറ്റമിൻ എയുടെ രാസനാമം ആൻസർ എന്താണ്? റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ ആണ്. ഓക്കെ, വൈറ്റമിൻ എ ആദ്യമായി കണ്ടെത്തിയത് ആരൊക്കെയാണ്? മാർഗറ്റ് ഡേവിസും അതുപോലെ തന്നെ എഗ്മർ മക്കുല്ലവും. ബാക്കി ഒരു വൈറ്റമിൻ്റെ ചോദിച്ചില്ലെങ്കിലും വൈറ്റമിൻ എ ആദ്യമായി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിക്കാം, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. മാർഗറ്റ് ഡേവിസും എഗ്മർ മക്കുല്ലവുമാണ്. ഇനി വൈറ്റമിൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ഓർത്ത് വെക്കുക, കണ്ണേ കരളെ പാലേ തേനെ. എന്താണ് വൈറ്റമിൻ എ എന്ന് വെച്ചാൽ? എന്താണ്? കണ്ണേ കരളെ പാലേ തേനെ. അതായത് പറഞ്ഞുതരാം, കണ്ണിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എന്താണ്? നമ്മുടെ വൈറ്റമിൻ എ ആണ്. കണ്ണിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. അതാ കണ്ണ്. ഇനി കണ്ണേ കരളെ പാലേ തേനെ. ഇനി കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ആൻസർ എന്താണ്? വൈറ്റമിൻ എ ആണ്. കണ്ണേ കരളെ പാലേ തേനെ. അപ്പോൾ കണ്ണിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ ആണ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എ ആണ്. ഇനി പാലേ തേനെ, പാലിലും തേനിനും അധികമായി കാണപ്പെടുന്ന വൈറ്റമിൻ ഏത് തന്നെയാണ്? ആൻസർ വൈറ്റമിൻ എ ആണ്. അതൊരു കോഡ് പോലെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ ആൻസർ എന്താണ്? വൈറ്റമിൻ എ ആണ്. ഓക്കെ, തീർന്നിട്ടില്ല. കണ്ണ്, ത്വക്ക്, കോശം. എന്തൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, കോശം എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ ആൻസർ എന്താണ്? വൈറ്റമിൻ എ ആണ്. കണ്ണ്, ത്വക്ക്, കോശം എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? പാലിലും മുട്ടയിലും പ്രധാനമായി കാണപ്പെടുന്ന വൈറ്റമിൻ എവിടെയൊക്കെയാണ്? പാലിലും മുട്ടയിലും അതുപോലെ തന്നെ തേനിലും പ്രധാനമായി കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഓക്കെ, ഇനി തേൻ, ചീര, മുരിങ്ങയില, പപ്പായ, ക്യാരറ്റ് എന്നിവയിലും പ്രധാനമായി കാണപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ കണ്ണേ കരളെ പാലേ തേനെ. അപ്പോൾ പാലിലും മുട്ടയിലും തേനിലും അതുപോലെ തന്നെ ചീരയിലും മുരിങ്ങയിലയിലും പപ്പായയിലും ക്യാരറ്റിലും പ്രധാനമായി കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? നമ്മുടെ വൈറ്റമിൻ എ ആണ്. ത്വക്കിൻ്റെ ആണെങ്കിലും ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ആൻസർ എന്ത് തന്നെയാണ്? വൈറ്റമിൻ എ ആണ്. ഓക്കെ, തീർന്നിട്ടില്ല. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ആരെയാണ്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ആരെയാണ്? ബീറ്റ കരോട്ടിനാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ആരെയാണ്? ബീറ്റ കരോട്ടിൻ. അപ്പോൾ കരോട്ടിൻ എന്നുള്ളത് നമ്മളിവിടെ വന്നതുകൊണ്ട് തന്നെ ആഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ത്? ക്യാരറ്റിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണെന്ത്? കരോട്ടിൻ. അപ്പോൾ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ആരെയാണ്? ബീറ്റ കരോട്ടിനാണ്. ക്യാരറ്റിന് നിറം നൽകുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ ആരാണ്? കരോട്ടിനാണ്. ഓക്കെ, ഇനി റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ആൻസർ എന്താണ്? വൈറ്റമിൻ എ ആണ്. റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. അപ്പോൾ അതാണ്ട് ഇവിടെ രണ്ട് പേരുകൾ നമ്മൾ കേൾക്കുകയാണ്, റോഡോപ്സിനും ഫോട്ടോപ്സിനും. അതായത് നമുക്കറിയാം പ്രകാശഗ്രാഹികൾ കേട്ടുള്ളതാണ്. നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ഗ്രാഹികളാണ് പ്രകാശഗ്രാഹികൾ. അത് പ്രധാനമായും രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ റോഡ് കോശവും കോൺ കോശവും. റോഡ് കോശത്തിൽ വർണ്ണകം അല്ലെങ്കിൽ പിഗ്മെൻ്റ് ആണെന്ത്? റോഡോപ്സിൻ. ഇനി കോൺ കോശത്തിലെ പിഗ്മെൻ്റ് അല്ലെങ്കിൽ വർണ്ണകമാണെന്ത്? ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ. ഈ റോഡോപ്സിൻ്റെയും ഫോട്ടോപ്സിൻ്റെയും നിർമ്മാണത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ ആൻസർ എന്താണ്? വൈറ്റമിൻ എ ആണ്. ഇനി വൈറ്റമിൻ അടങ്ങിയ നെല്ല് എന്താണ്? സുവർണ്ണ നെല്ല് അല്ലെങ്കിൽ ഗോൾഡൻ റൈസ്. വൈറ്റമിൻ എ അടങ്ങിയ നെല്ലിനെ വിളിക്കുന്ന പേരാണ് സുവർണ്ണ നെല്ല് അഥവാ ഗോൾഡൻ റൈസ്. PSC എക്സാമിന് ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ എ അടങ്ങിയ നെല്ല് സുവർണ്ണ നെല്ലാണ് അല്ലെങ്കിൽ ഗോൾഡൻ റൈസ് ആണ്. ഇനി വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയും. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ സിറോഫ്താൽമിയുണ്ട്, അതുപോലെ തന്നെ നിശാന്തതയുണ്ട്. നിശാന്തത എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് വൈറ്റമിൻ എയുടെ അളവ് കുറയുന്നത് കാരണം നമ്മുടെ റെറ്റിനാലിൻ്റെ അളവ് കുറയുന്നു. അത് കാരണം നമ്മുടെ റോഡോപ്സിൻ്റെ പുനരാകരണം നടക്കാതെയാകുന്നു. തന്മൂലം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. അതുപോലെ തന്നെ സിറോഫ്താൽമി എന്ന് വെച്ചാൽ ഒരുപാടായിട്ട് വൈറ്റമിൻ എയുടെ അളവ് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ കോർണിയയും കൺജങ്ക്റ്റീവയും ഉണങ്ങുകയും അതുപോലെ തന്നെ അതാര്യമാകുകയും അല്ലെങ്കിൽ സുതാര്യമല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. അപ്പം വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങളാണ് ഏതൊക്കെ? നിശാന്തതയും സിറോഫ്താൽമിയും. അപ്പോൾ അത്രയുമാണ് നമ്മൾ വൈറ്റമിൻ എയെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന രണ്ടാമത്തെ വൈറ്റമിൻ ആണ് ഇത്? വൈറ്റമിൻ ഡി.
നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് വൈറ്റമിൻ ഡി ആണ് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ഏത് വൈറ്റമിൻ പഠിച്ചാലും ആദ്യം പഠിക്കുന്നത് എന്താണ്? രാസനാമം അഥവാ ശാസ്ത്രീയ നാമമാണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ രാസനാമം അഥവാ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിഫെറോൾ ആണ്. എന്താണ്? കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ എയുടെ ആണെങ്കിൽ റെറ്റിനോൾ ആണ്, വൈറ്റമിൻ ഡിയുടെ ആണെങ്കിൽ കാൽസിഫെറോൾ ആണ്. ഓക്കെ, ഇനി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ, ആൻസർ എന്താണ്? വൈറ്റമിൻ ഡി ആണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, ഇനി വൈറ്റമിൻ ഡി പ്രധാനമായും 2 തരമാണുള്ളത്. വൈറ്റമിൻ ഡി പ്രധാനമായും 2 തരമാണുള്ളത്. അത് ഒന്നാമത്തേതാണ് വൈറ്റമിൻ D3, രണ്ടാമത്തെ വൈറ്റമിൻ D2. ഇനി വൈറ്റമിൻ D3 അറിയപ്പെടുന്ന പേര് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വൈറ്റമിൻ D3 അറിയപ്പെടുന്ന പേരാണെന്ത്? കോൾ കാൽസിഫെറോൺ. വൈറ്റമിൻ D2 ആണ് എർഗോ കാൽസിഫെറോൺ. വൈറ്റമിൻ D3 കോൾ കാൽസിഫെറോണും അതുപോലെ തന്നെ വൈറ്റമിൻ D2 ആണെങ്കിൽ എർഗോ കാൽസിഫെറോളും ഓർത്ത് വെച്ചിരിക്കുക. ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് ത്വക്കിൽ രൂപപ്പെടുന്ന വൈറ്റമിൻ, ആൻസർ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അതിനകത്ത് വൈറ്റമിൻ D3 ആണ് നമ്മുടെ എന്താണ് കറക്റ്റ് ആൻസർ. സൂര്യപ്രകാശത്തിൽ നിന്ന് ത്വക്കിൽ രൂപപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ തന്നെ വൈറ്റമിൻ D3 ആണ് ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ ഡി അറിയപ്പെടുന്ന ഒരു പേരാണ് സൺഷെയിൻ വൈറ്റമിൻ. എന്താണ്? സൺഷെയിൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ആരെ തന്നെയാണ്? വൈറ്റമിൻ ഡിയെ തന്നെയാണ്. ഓക്കെ, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും ആരെ അറിയപ്പെടുന്നുണ്ട്? വൈറ്റമിൻ ഡിയെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, സൺഷൈൻ വൈറ്റമിൻ, സ്റ്റിറോയിഡ് വൈറ്റമിൻ, ഇതെല്ലാം ആൻസർ എന്താണ്? വൈറ്റമിൻ ഡി തന്നെയാണ്. കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ, മാർക്ക് ചെയ്തേക്കുക. കാൽസ്യത്തിൻ്റെയും എന്താണ് ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എന്താണ്? നമ്മുടെ വൈറ്റമിൻ ഡി ആണ്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഡിക്ക് രാസനാമം എന്ത് വന്നിരിക്കുന്നത്? കാൽസിഫെറോൾ എന്ന് വന്നേക്കുക. കാൽസ്യത്തിൻ്റെ ഫോസ്ഫറസിൻ്റെ, അതുകൊണ്ടാണ് കാൽസിഫെറോൾ. അങ്ങനെ ഓർത്ത് വെക്കുക. രാസനാമം വെച്ചിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. കാൽസ്യത്തിൻ്റെ ഫോസ്ഫറസിൻ്റെ കാൽസിഫെറോൾ ആണ്. കാൽസിഫെറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ്. ഇതിൻ്റെ രണ്ടിനെയും ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി തന്നെയാണ്. ഓക്കെ, ഇനി മീനെണ്ണ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ, ആൻസർ എന്താണ്? വൈറ്റമിൻ ഡി ആണ്. മീനെണ്ണ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഇലക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്തേക്കുക. ഇലക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണെന്ത്? കണരോഗം അഥവാ റിക്കറ്റ് ഡിസീസ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ് ഏത്? കണരോഗം അഥവാ റിക്കറ്റ് ഡിസീസ്. അത് കുട്ടികളിലാണെങ്കിലാണ് എന്ത്? കണരോഗം അഥവാ റിക്കറ്റ് ഡിസീസ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആൻറ്റി റിക്കറ്റ് വൈറ്റമിൻ. എന്താണ്? ആൻറ്റി റിക്കറ്റ് വൈറ്റമിൻ എന്നും ആരെ അറിയപ്പെടുന്നുണ്ട്? വൈറ്റമിൻ ഡിയെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ മലേഷ്യ. എന്താണ്? ഓസ്റ്റിയോ മലേഷ്യയാണ്. മുതിർന്നവരിലാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുമ്പോൾ മുതിർന്നവരിലാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോ മലേഷ്യ. ഇനി കുട്ടികളിലാണെങ്കിലാണോ? കണരോഗം അഥവാ റിക്കറ്റ് ഡിസീസ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കണരോഗവും ഓസ്റ്റിയോ മലേഷ്യ അല്ലെങ്കിൽ റിക്കറ്റ് ഡിസീസും ഓസ്റ്റിയോ മലേഷ്യയുമാണ്. ഓക്കെ, അപ്പം അത്രയുമാണ് നമുക്ക് വൈറ്റമിൻ ഡിയെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത ആരെയാണ്? നമ്മുടെ വൈറ്റമിൻ ഇ ആണ്. അതായത് കൊഴുപ്പിലേക്കുന്ന മൂന്നാമത്തെ വൈറ്റമിൻ ആണ് ഇത്, വൈറ്റമിൻ ഇ. അപ്പോൾ വൈറ്റമിൻ എയുടെ രാസനാമം ചോദിച്ചാൽ എന്തായിരുന്നു? നമ്മുടെ റെറ്റിനോൾ ആണ്. അപര്യാപ്ത രോഗങ്ങൾ നിശാന്തതയും സിറോഫ്താൽമിയമാണ്. ഇനി നമ്മുടെ ആരാണ്? വൈറ്റമിൻ ഡിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാൽസിഫെറോൾ ആണ്. എന്താണ്? കാൽസിഫെറോൾ ആണ്. ഓക്കെ, അപര്യാപ്ത രോഗങ്ങൾ കണരോഗവും ഓസ്റ്റിയോ മലേഷ്യയും. അടുത്ത മൂന്നാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. വൈറ്റമിൻ ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫെറോൾ ആണ്. നമ്മൾ എല്ലാ വൈറ്റമിൻ പഠിച്ചാൽ ആദ്യം പഠിക്കുന്നത് എന്താണ്? രാസനാമം അഥവാ ശാസ്ത്രീയ നാമമാണ്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഇയുടെ രാസനാമം അഥവാ ശാസ്ത്രീയ നാമം ഏതാണ്? ടോക്കോഫെറോൾ ആണ്. ഓക്കെ, ഇനി ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, നിരോക്സികാരിയായ വൈറ്റമിൻ, അതും ആര് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ നോക്കിക്കേ, ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. നിരോക്സികാരിയായ വിറ്റാമിൻ എന്നും ആരെ അറിയപ്പെടുന്നുണ്ട്? വൈറ്റമിൻ ഇയെ അറിയപ്പെടുന്നുണ്ട്. ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ, അത് ആൻസർ എന്ത് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ ഏത് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ PSC എക്സാമിന് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ, ആൻസർ എന്താണ്? വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, ഇനി തീർന്നിട്ടില്ല. വൈറ്റമിൻ ഇയുടെ പ്രധാന സ്രോതസ്സുകൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ പ്രധാനമായി എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ സസ്യ എണ്ണ, അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ, കുതിർത്ത കടലയിലൊക്കെയാണ് ആര് കൂടുതലായി കാണപ്പെടുക? വൈറ്റമിൻ ഇ കൂടുതലായി കാണപ്പെടുക. തീർന്നിട്ടില്ല. പ്രത്യുൽപാദന വ്യവസ്ഥയെ സഹായിക്കുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? നമ്മുടെ വൈറ്റമിൻ ഇ തന്നെയാണ്. പ്രത്യുൽപാദന വ്യവസ്ഥയെ
സഹായിക്കുന്ന വൈറ്റമിൻ, ആൻസർ എന്താണ്? വൈറ്റമിൻ ഇ ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? വന്ധ്യത. അപ്പം വൈറ്റമിൻ ഇയുടെ ഒരു അപര്യാപ്ത രോഗമാണെന്ത്? വന്ധ്യത. ഓക്കെ, അപ്പോൾ പ്രത്യുൽപാദന വ്യവസ്ഥയെ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ത്? വന്ധ്യത. ഓക്കെ, ഓർത്തു വെക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ആരെ തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. നമ്മുടെ വന്ധ്യതയുടെ മലയാളം എന്താണ്? സ്റ്റെറിലിറ്റി അല്ലേ? ഓക്കെ, അപ്പം ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? നമ്മുടെ വൈറ്റമിൻ ഇ ആണ്. ഇനി വൈറ്റമിൻ ഇയുടെ കുറവ് കാരണം റെറ്റിനെ ബാധിക്കുന്ന അവസ്ഥയാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എന്താണ്? റെറ്റിനോപ്പതിയാണ്. എന്താണ്? റെറ്റിനോപ്പതിയാണ്. വൈറ്റമിൻ ഇയുടെ കുറവ് കാരണം റെറ്റിനെ ബാധിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആൻസർ എന്താണ്? റെറ്റിനോപ്പതിയാണ്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? വന്ധ്യതയും അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ റെറ്റിനോപ്പതിയുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.